ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഓർക്കിഡ് ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കണ്ട, ഇതൊരു പേരയുടെ ഉണങ്ങിയ കമ്പാണ്. പേരയുടെ കമ്പ് നല്ലതാണ്, അത് കിളുക്കത്തില്ല, അതുപോലെ ഇത് ഉറഞ്ഞു പോകത്തില്ല. ഇതിൽ നമ്മൾക്ക് ഓർക്കിഡ് ഉണ്ടാക്കുവാൻ വളരെ സൗകര്യമാണ്. കണ്ടോ, ഇതൊരു ഉറഞ്ഞ കമ്പാണ് പേരയുടേത്. കണ്ടോ, ഇതിനകത്താണ് നമ്മൾ ഓർക്കിഡ് ചെടി വയ്ക്കാൻ പോകുന്നത്. കണ്ടോ, ഇതിനായിട്ട് നമ്മൾക്ക് ഒരു ചെടിച്ചട്ടി എടുക്കാം. കണ്ടോ, ഒരു വലിയ ചെടിച്ചട്ടി എടുക്കുക. അത് ഈ കമ്പിൻ്റെ അറ്റത്ത് ഒരു കമ്പി കെട്ടുക. കണ്ടോ, ഒരു കമ്പി കെട്ടിയിരിക്കുന്ന കണ്ടോ, അത് ഇങ്ങനെ കുടുക്കിട്ട് കെട്ടണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടിക വെച്ച് ഉറപ്പിക്കാനുള്ളതാണ് ചെടിച്ചട്ടിക്കകത്ത്. കണ്ടോ, ഇങ്ങനെ ആ കുടുക്കിനകത്ത് നമുക്ക് ഇഷ്ടിക വെച്ച് ഉറപ്പിക്കണം. അങ്ങനെ അതിൻ്റെ ചുറ്റിനും 4 ഇഷ്ടിക നമുക്ക് ഈ കമ്പിന് ചുറ്റും വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ. അപ്പോൾ അത് ഉറച്ചു, ഏകദേശം ഉറച്ചു. കണ്ടോ, അതിൻ്റെ അകത്ത്, ആ കുടുക്കിനകത്തേക്കാണ് നമ്മൾ ഇഷ്ടിക വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അത് നേരെയായി. ഇനി നമ്മൾക്ക് അതിൽ നിറച്ച് ബേബി മെറ്റിലിട്ട് ഒന്നും കൂടി ഉറപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് ഉറച്ചു, ഇനി അത് അനങ്ങത്തില്ല. ഇനി നമുക്ക് അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് അത് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം. അത് ഓർക്കിഡ് വയ്ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു പ്ലാസ്റ്റിക് ചെറിയ വള്ളി കൊണ്ട് അത് ലൂസായിട്ട് വേണം വയ്ക്കാൻ. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇടണം. അതായത് ഓടിൻ്റെ കഷ്ണം, ഇഷ്ടിക കഷ്ണം, അതുപോലെ ചകിരി, മടൽ, അതുപോലെ കരിക്കഷ്ണം, അതൊക്കെ അതിൻ്റെ അകത്ത് കുറേശ്ശെ നിറച്ചിട്ട് വേണം നമുക്ക് ഓർക്കിഡ് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൂസായിട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം ഇട്ട് ഓർക്കിഡ് വയ്ക്കുമ്പോൾ അത് ടൈറ്റ് ആകും. കണ്ടോ, ഇങ്ങനെ നമുക്ക് അത് വെച്ച് നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് മറ്റ് മെറ്റീരിയലൊക്കെ ഇട്ട് നമുക്ക് ഉറപ്പിച്ച് വയ്ക്കാം. സ്ഥല പരിമിതി ഉള്ളവർക്ക് ഇത് വളരെ അഡ്വാൻറ്റേജാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് സ്ഥലം മതി. 10-40 ഓർക്കിഡ് ചെടിയോളം നമുക്ക് ഈ ഒരു ട്രീയിൽ നമുക്ക് വയ്ക്കുവാൻ സാധിക്കും. അപ്പം സ്ഥലം വളരെ കുറവ് മതി. അപ്പം സ്ഥലം കുറവുള്ളവർക്ക് ഇത് വളരെ അഡ്വാൻറ്റേജാണ് ഈ ട്രീയിൽ ഇങ്ങനെ ഓർക്കിഡ് വയ്ക്കുന്നത്. അതുപോലെ ഒന്നിച്ച് പൂക്കുമ്പോൾ ഇത് വളരെ ഭംഗിയായിരിക്കും, അല്ലേ? പൊതുവേ ഓർക്കിഡ് മരങ്ങളിലാണ് വളർന്നു വരുന്നത്, അല്ലേ? പ്രകൃതിയിൽ വളരുമ്പോൾ
ഇങ്ങനെ മരത്തിലേക്കാണ് പറ്റിപ്പിടിച്ച് വളരുന്നത് അല്ലേ. അതുപോലെ ചിലവ് വളരെ കുറവാണ്. നമുക്ക് ഒത്തിരി 10-40 ഓർക്കിഡ് തൈകൾ വയ്ക്കാനായിട്ട് ഇതിന് കൊട്ടകളൊന്നും വാങ്ങിക്കേണ്ട അല്ലേ. ഒരു കൊട്ടയ്ക്ക് കുറഞ്ഞത് ഒരു 10-30-40 രൂപയെങ്കിലും കൊടുക്കുക. അത് നമുക്ക് വേണ്ട. ഈ വെറുതെ ഒരു ഉണങ്ങിക്കിടക്കുന്ന ഒരു മരത്തിലാണ് നമ്മൾ വയ്ക്കുന്നത്. ആ മരത്തിന് അല്ലേ നമ്മൾ പാഴാക്കി കളയുന്ന മരമാണ്. അപ്പോൾ അതിന് ചിലവ് കുറവാണ് അല്ലേ. അപ്പോൾ അതുപോലെ ചെറിയ സ്ഥലപരിമിതി ഉള്ളവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ റിപ്പോർട്ടിങ് വേണ്ട. നമുക്ക് രണ്ടാമത് ഇതിൻ്റെ പോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ വേര് തിങ്ങിക്കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കൊട്ടയൊക്കെ ആണെങ്കിൽ അതെന്താ പൊട്ടിപ്പോകും അല്ലേ. വേര് തിങ്ങിക്കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന് ഒരു 5-6 മാസത്തെ കാലാവധി, അത് കഴിയുമ്പോൾ അത് താനേ അത് പൊട്ടിപ്പോകും അല്ലേ. പക്ഷേ ഇത് വേര് തിങ്ങി ആ മരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നോളും. അത് പോകത്തില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിരിച്ചെടുത്താൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിരിച്ച് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾക്ക് അത് വേര് തിങ്ങുമെന്ന് ഓർത്ത് നമുക്ക് പേടി വേണ്ട. അതിന്മേൽ അള്ളിപ്പിടിച്ച് അതിൻ്റെ ബേബി പ്ലാന്റൊക്കെ ധാരാളം അതിന്മേലുണ്ടാകും. ധാരാളം പൂക്കൾ ഒന്നിച്ചുണ്ടായി. അത് പല വെറൈറ്റി ആണെങ്കിലും പല കളർ നമുക്ക് വയ്ക്കാം, ഒരേ കളർ വയ്ക്കാം. പൂക്കളുണ്ടായി ഇങ്ങനെ ട്രീയിൽ നിൽക്കുമ്പോഴും വളരെ ഭംഗിയായിരിക്കും അല്ലേ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വീടുകൾ വെറുതെ നിൽക്കുന്ന മരങ്ങളിലാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഓർക്കിഡ് പിടിപ്പിച്ചെടുക്കുവാനായിട്ട് നല്ല ഒരു ഈസി മെത്തേഡാണ് ഈ ഓർക്കിഡ് ട്രീ അല്ലേ. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. കണ്ടോ. കണ്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് വെച്ച് പോകാം. ഒരു നാച്ചുറൽ ലുക്ക് സെറ്റപ്പ് ആണല്ലേ ഇത്. നാച്ചുറലായിട്ട് ഏതായാലും ഓർക്കിഡ് പൊതുവെ മരങ്ങളിലാണല്ലോ പണ്ട് മുതൽ വളരുന്നത്.
പണ്ട് മുതൽ ഓർക്കിഡ് മരങ്ങളിലാണ് വളരുന്നത്. നമ്മളാണത് പറിച്ച് അത് ബേബി പ്ലാന്റൊക്കെ പറിച്ച് അത് കൊട്ടയിലാക്കുക എന്നുള്ളത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ്. അപ്പം നാച്ചുറൽ ഒരു സെറ്റപ്പായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ ട്രീ ഉണ്ടാക്കുമ്പോൾ. കണ്ടോ കണ്ടോ എല്ലാം ഒരു 10-40 ചെടി നമ്മൾ ഇതിനകത്ത് പേരമരത്തിൽ നമ്മൾ പിടിപ്പിച്ചു. കണ്ടോ അങ്ങനെ ട്രീ കംപ്ലീറ്റായി. കണ്ടോ ഓർക്കിഡ് ട്രീ കംപ്ലീറ്റായി. കണ്ടോ എല്ലാ ചെടിയും വെച്ച് അതിൽ ഉറപ്പിച്ചു. കണ്ടോ ഒരു നാച്ചുറൽ സെറ്റപ്പല്ലേ ഇത് കാണുമ്പോഴൊരു നാച്ചുറലായിട്ടൊരു നമുക്ക് തോന്നത്തില്ലേ? കണ്ടോ നമുക്ക് ചിലവ് വളരെ കുറവാണ്, എന്നാൽ അതിൻ്റെ ഒരു മേന്മ വളരെ വലുതാണ് അല്ലേ? നമുക്ക് പരിചരണം എളുപ്പമാണ്. അതുപോലെ മറ്റും കയറാനായിട്ട് ഇതിന് ബുദ്ധിമുട്ടാണ്, കീടങ്ങളും ഒച്ചുമൊക്കെ കയറാനായിട്ട്. അതുകൊണ്ട് ചെടികൾ വളരെ സുരക്ഷിതമായിരിക്കും. കണ്ടോ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്നെന്ന്. കണ്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.